എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ടൊരു ബസ് ട്രിപ്പ് വേറെ ഉണ്ടാവുമെന്ന്. ഒറ്റ ഇരിപ്പിന് 33 മണിക്കൂർ ബസ് റൈഡ്, അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ടെറൈൻസിലൂടെ. അതെ, നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഡാക്ക് വരെ പോകുന്ന ഒരു കിഡിലൻ ബസ് ട്രിപ്പിലാണ്. അപ്പോൾ വെൽക്കം ടു അവർ ലഡാക്ക് സീരീസ് പാർട്ട് 1. ഡൽഹി ISBT സ്റ്റാൻഡിൽ നിന്നാണ് HRTCയുടെ ഈ ഡൽഹി ടു ലേ ബസ്സിൽ നമ്മൾ കയറുന്നത്. ഉച്ചയ്ക്ക് 12:10 നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല, അത്യാവശ്യം നല്ലൊരു BS6 വണ്ടി തന്നെയായിരുന്നു. ഹൈവേയിലൊക്കെ നല്ല സെറ്റായിരുന്നു. ഫുഡ് കഴിക്കാനൊന്നും നിർത്തിയ ശേഷം പിന്നെ സ്റ്റോപ്പ് അങ്ങ് മണാലിയിലായിരുന്നു. അങ്ങനെ ഓടി രാവിലെ 5 മണിയായപ്പോൾ നമ്മൾ കീലോങ്ങിലെത്തി. മഞ്ഞുമലകളോടുകൂടി ഒരു കിഡിലൻ സൺറൈസ് ആയിരുന്നു അവിടെ. കീലോങ്ങിൽ വെച്ച് ബസ് നമ്മളൊന്ന് മാറി കയറുകയാണ്. ഇനി ഇവിടെ തൊട്ട് ഒരു BS4 വണ്ടിയിലാണ് നമ്മുടെ യാത്ര മൊത്തം. വണ്ടി പിന്നെ ഹൈവേയിലേക്ക് കയറിയത് നമ്മൾ വേറെ ലോകത്തേക്ക് കയറിയ പോലെയാണ്. നമ്മളിപ്പോൾ NH3 മണാലിയിലെ ഹൈവേ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള അഡ്വഞ്ചർ ട്രാവലേഴ്സിന്റെ ഒരു ഡ്രീം റൂട്ടുകളൊന്നാണ് കേട്ടോ. ബസ്സിന്റെ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് പടം കാണുന്ന പോലെയാണ്. ഓരോ 5 മിനിറ്റിലും ഫ്രെയിംസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇന്ത്യയിലെ 3ാമത്തെ ഹൈസ്റ്റ് ലേക്കായ സൂരജ് താലിൽ ഒരു 5 മിനിറ്റ് വണ്ടി എടുത്ത് തന്നു. ആ ലേക്കിന്റെ കളർ തന്നെ ഒന്ന് നോക്കിയേ, എന്താ ഒരു ഭംഗി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഭയങ്കരമായ സീനറീസ് ആട്ടോ നമ്മൾ ഓൺ ദ വേ കാണുന്നത്. അത് നല്ല ഓഫ് റോഡ് വഴിക്കൂടെ. പിന്നെ അവിടെ നമ്മൾ കുറെ പോയി കഴിയുമ്പോൾ ടെറൈനൊക്കെ ആകെ മാറി കംപ്ലീറ്റ് മരുഭൂമി പോലത്തെ സ്ഥലമാവും. പരന്ന് കിടക്കുന്ന ഭൂമിയും അതിന്റെ നടുക്കോടെ നീണ്ടു കിടക്കുന്ന റോഡും. ഇത് ഏത് ലോകം എന്നായി പോകും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ 3-4 രാജ്യങ്ങൾ കവർ ചെയ്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ വീണ്ടും ഓടി ലോകത്തിലെ 3ാമത്തെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സായ തങ്ലങ്ല പാസിലെത്തി. ഡൽഹിയിൽ നിന്ന് 200 മീറ്റർ എലിവേഷൻ തുടങ്ങി നമ്മുടെ യാത്ര ഇപ്പോൾ 5328 മീറ്റർ എലിവേഷനിലാണ് വന്നേക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയയിൽ നിന്നൊക്കെ മൗണ്ടൻസിലേക്ക് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ കീലോങ്ങിൽ ഒരു 1 ഡേ സ്റ്റേ ചെയ്തിട്ട് വരുന്നതും ബെറ്റർ. അങ്ങനെ 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലേ ബസ് സ്റ്റാൻഡിൽ വന്നെത്തി. ഈ യാത്ര കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ എത്രയോ വലുതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ചൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഈ ഇത്രയും കാണാത്ത കാഴ്ചകളിലൂടെയൊക്കെ പോകുമ്പോഴാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്രയോ ചെറുതാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കമന്റ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.